അതൊക്കെ എനിക്ക് എത്ര പിടുത്തോന്നും അല്ല ഈ രാത്രിയിൽ എങ്ങനെയാണ് ഇതെന്നൊക്കെ ആകുമ്പോ അമ്മ എന്നും 16 അല്ല. ഇന്നാളെ ആരോ ചോദിച്ചില്ലേ ഈ കൂടെ അങ്ങ് ആഡ് ചെയ്തോ? ആരോ ചോദിച്ചില്ലേ ദേഷ്യം വരുമോന്നാ? ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ചെയ്യായിക്കോളും. ഇതിപ്പോ പറയാൻ കാര്യം എന്താന്ന് ചിലര് ചോദിക്കും. നമ്മള് 2 സ്പൂൺ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വേറൊരു കാര്യം പറയട്ടെ. ഇതെന്നാ അത് നല്ല രസമില്ലേ? ഇത് എന്നതാ ഇത്? ഞാൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പണിയാ. കാരണം ഞാനിങ്ങനെ കാപ്പിയൊന്നും വേണ്ട, ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ് ഇപ്പൊ കുടിക്കുന്നത്. ഞങ്ങൾക്ക് കാപ്പി, നിനക്ക് ഡ്രിങ്കിങ്. അതെ, അതൊക്കെ എനിക്ക് എത്ര പിടുത്തോന്നും അല്ല ഈ രാത്രിയിൽ. എങ്ങനെയാണ് ഇതെന്നൊക്കെ അമ്മയ്ക്ക് അതൊന്നുമല്ല. അല്ല, പകല് ആണെങ്കിൽ കുഴപ്പമില്ല, രാത്രി ആകുമ്പോ അമ്മ എന്നും 16 അല്ല. അതറിയാലോ. ഞാൻ 2 സ്പൂൺ പാലിലേക്ക്. ഇന്നാളെ ആരോ ചോദിച്ചില്ലേ ഈ കൂടെ അങ്ങ് ആഡ് ചെയ്തോ? ആരോ ചോദിച്ചില്ലേ ദേഷ്യം വരുമോന്നാ? എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് ദേഷ്യവും വരും, ദേഷ്യപ്പെടുന്നതിനും ദേഷ്യപ്പെടുകയും ചെയ്യും, വഴക്ക് പറയുകയും ചെയ്യും. കാരണം അല്ലാണ്ട് എപ്പോഴും ലാലല പാടി നടന്ന കാര്യങ്ങൾ മുന്നേറില്ല. മിസ്റ്റേക്കുകൾ പറയുമ്പോ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നമുക്കുണ്ടെങ്കിൽ ചെയ്യുമ്പോ ചിലപ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. അതൊക്കെ സ്വാഭാവികമായ മാനറിസമാണ്. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട, ദേഷ്യം ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഉണ്ടാക്കണം, നമുക്കൊന്ന് കാണിക്കാം. കാരണം ഇന്നാള് ഒരാൾ ചോദിച്ചു. അത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മധുരം മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ചെയ്യുക. ചപ്പാത്തി ഇവിടെ മൂടി വെച്ചേച്ച് വേണം, അല്ലാതെ പ്രാണിയും ഇതും കയറും. ചോക്ലേറ്റ് ഒക്കെ എടുക്കാം. അപ്പയ്ക്കും ഇഷ്ടാ ഹോട്ട് ചോക്ലേറ്റ്. അപ്പയ്ക്ക് ഏതാ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പയ്ക്ക് ഹോട്ട് ചോക്ലേറ്റ് എടുക്കട്ടെ. അപ്പയ്ക്ക് കാപ്പിയായിരിക്കും ഈ സമയം. തണുപ്പ് മഴയത്ത് വരുമ്പോൾ കാപ്പി കുടിക്കുള്ളൂ. സമയം എത്രയെന്നറിയോ? ദേ ഇപ്പൊ വന്നോളൂ. ബ്ലോക്കോട് ബ്ലോക്കായിരുന്നു. ഇതാണ് വൈകുന്നേരം വന്ന സമയം. 7-7:30. അതെ. അമ്മ ഇന്ന് തന്നെ പതിവില്ലാതെ പീസ് കറിയൊക്കെ ഉണ്ടാക്കാൻ കാര്യം, ഇത് അമ്മയുടെ സിഗ്നേച്ചർ കറിയാട്ടോ. ഉഗ്രം ടേസ്റ്റാ. അമ്മ പണ്ട് കോലഞ്ചേരിയിലായിരുന്നപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കിട്ടിയിരുന്ന കറിയാണിത്. അതെ, അതാണ് അമ്മയുടെ നൊസ്റ്റാൾജിയ. അത് അമ്മ ഇപ്പം ഞങ്ങൾക്കും പകർത്തി. ഇപ്പം എനിക്കും ഇഷ്ടമാണ് ഈ കറി, നല്ല ടേസ്റ്റാട്ടോ ഇത്. ഇത് അമ്മയുടെ സിഗ്നേച്ചർ ഡിഷുകളിൽ ഒന്നാണ്. ഇറ്റ്സ് വെരി യമ്മി. ഒരെണ്ണം മതിയെന്ന് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാട്ടോ ഒരെണ്ണം. കുറച്ചു നേരം മുമ്പ് മാമ്പഴം തിന്നു. വേണമെങ്കിൽ ഒന്ന് പറയാം നമുക്ക്. അമ്മ ഇതിലേക്ക് ഡയറക്റ്റ് ഇടുക അല്ലേ? അപ്പൊ അത് മിക്സ് ആയിക്കോളുവോ? കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് തിളയ്ക്കുമ്പോ അതിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഇളക്കി ഉണ്ടാക്കുമ്പോ കാണിക്കും പോലെ പറ്റൂല. 2 പേർക്ക് എടുക്കണം, ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ഇതാ ചോക്ലേറ്റ്. അപ്പൊ അങ്ങനെ പറ്റുമോ? ഗ്യാസ് കൊണ്ട് ഞാൻ അപ്പയ്ക്ക് ഇത് കാപ്പി മതി, മഴയത്ത് വന്നതുകൊണ്ട്. അത് കാരണം മഴയല്ലേ, അത് കാരണം അങ്ങനെ ഇട്ടു. അലുക്കുമൊക്കെ ചെയ്യും, നല്ല ഭംഗിയായിട്ട് അലുക്കും. അത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആയതുകൊണ്ടായിരിക്കും അലിക്കുന്നതേ പെട്ടെന്ന്. കൊക്കോ പൗഡർ ഇച്ചിരി പാടാ അലിക്കാൻ. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവും. ഇത് വേഗം അലിക്കും. കൊക്കോ പൗഡർ അത്ര എളുപ്പം അലിക്കൂല. അത് പാലിലിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കണം. കാണിച്ചു തരാട്ടോ. അലുത്തു. പെട്ടെന്ന് അലുക്കും, നല്ല ചൂടാട്ടോ. മധുരം ഒട്ടും ഇല്ലല്ലോ അല്ലേ? ഇല്ല, പെട്ടെന്ന് അലുത്തു. പെട്ടെന്ന് അലുക്കും. അതെന്നാ തരിങ്ങില്ല, പിന്നെ തിളച്ച ഇതായിരിക്കണം. ശരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോ 1 സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ ഡ്രിങ്കിങ് ചോക്ലേറ്റും ഇടും. വേണ്ട വേണ്ട. അപ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞ ഒരു കയ്പ് കിട്ടും. എനിക്ക് ഇച്ചിരി കയ്പ് ഇരിക്കുന്നത് ഇഷ്ടം. ഇതാണ്, ഇത്രേ ഉള്ളൂ. തിളച്ച പാലില് ഒന്നുമല്ലെങ്കിൽ റോസ്മാലില് പാല് വെച്ചേച്ച് തിളച്ച അതിലേക്ക് പൊടി ഇടുക, അല്ലെങ്കിൽ കപ്പിൽ ഇങ്ങനെ പൊടി ഇട്ടേച്ച് തിളച്ച പാൽ ഇതിലേക്ക് ഒഴിക്കുക. ഷുഗർ ചേർക്കണമെന്നുള്ളവർക്ക് ഷുഗർ ചേർക്കുക. ഇതിൽ ഷുഗർ വേണ്ട, ഡ്രിങ്കിങ് ചോക്ലേറ്റിൽ വേണ്ട. കാരണം അതിൽ ഷുഗർ ഓൾറെഡി ഉണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ അധികപ്പറ്റാവും. മഴയത്ത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്ന എന്ത് രസാന്നറിയോ? ബ്രൂ കുടിക്കുന്ന അതിലും രസം. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ലവറാ. ഇച്ചിരി കുടിച്ചാപ്പാ. കാപ്പി കുടിച്ചേച്ച് അത് കുടിച്ചാൽ കാപ്പിയുടെ ടേസ്റ്റ് പോകൂലേ? ഇതിന്റെ ടേസ്റ്റ് കിട്ടും. അതാ മധുരമൊക്കെ ഉണ്ട്. അപ്പയ്ക്ക് കടും മധുരം വേണം.
അമ്മയുടെ കറി ആയാലും ഉഗ്രനാട്ടോ. ഗര ഇട്ടിട്ടുണ്ട്, ഗരം. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. എത്രയായാലും അമ്മ പണ്ട് കഴിച്ച ആ രുചി അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതാണിപ്പോൾ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് എനിക്ക് പകർത്തി തന്ന. ഇതുവരെയും ഓർമ്മ പോയിട്ടില്ല. നാളെ എന്തും സംഭവിക്കാം, പക്ഷെ മനുഷ്യനല്ലേ, സ്വാഭാവികം, പറയാൻ പറ്റൂല ആരുടെ കാര്യം. ഒരു മുട്ട ഇങ്ങനെ ഇട്ടത് നന്നായി. അതാകുമ്പോൾ ഒരു ഫുൾ മുട്ട ഒരാൾക്ക് കഴിക്കണ്ടല്ലോ. അല്ലേ, കൊതുക് കാപ്പി ആദ്യം കുടിച്ച് കുടിക്ക്, കൊതുക് വീഴുകയില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് മുട്ടക്കറി കിട്ടാലേ ഒരു ഫുൾ മുട്ട നമ്മൾ കഴിക്കേണ്ടി വരും. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കണം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരും കഴിക്കണവരും കഴിക്കുക. നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഇവിടെ ഉണ്ടാക്കണം, നമ്മൾ കഴിക്കണം. അതെ, അത്രേ ഉള്ളൂ. മുട്ടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇന്ന് ചെന്നപ്പോൾ അവിടെ നാടൻ തീർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് വെളുത്താ മേടിച്ച. ഞാനില്ലേ സാധനങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞപ്പോഴേ ഞാനൊരു പ്ലേറ്റ് ഇവിടെ എടുത്തു വെച്ച്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മഴക്കാലം, ഈ ടേബിൾ മാറ്റയിലൊക്കെ ഇങ്ങനെ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ വന്ന വഴി തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചായിരുന്നു. ടൈലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അത് ഈ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് കഴിയാൻ മതിയല്ലോ. മാറ്റുകളെല്ലാം നനച്ചത് വെക്കും. അതൊന്നും എനിക്ക് താല്പര്യമില്ല. മഴ എങ്ങനെയുണ്ട് ഇന്ന് സെന്റ് തോമസ് ഡേ, ജൂലൈ 3. ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നേരം വെളുക്കുമ്പോഴേ എഴുന്നേക്കാൻ അത്രയ്ക്ക് മടിയാ. ഈ ഞാനൊക്കെ പഠിച്ച സെന്റ് പോൾസ് ഹൈസ്കൂളാണ് വെളിയനാട്. അപ്പം അവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അന്ന് ഹോളിഡേയാ. അപ്പം ചുരുണ്ട് കൂടി അങ്ങ് കിടക്കും. നേരം വെളുക്കുമ്പം മുതൽ ഇടി കുത്തണ മഴയാ. സൂര്യന് ഉദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉദിച്ചിട്ടുണ്ടെന്ന് പറയണ രീതിയിലുള്ള മഴയായിരിക്കും. നല്ല സുഖ. അതൊന്നും ആസ്വദിക്കാറില്ല, അത് വേറെ വിഷയം. എന്നിട്ട് കുറേ വൈകി എഴുന്നേറ്റ് വരുവുള്ളൂ. അന്ന് കംപ്ലീറ്റ് മഴയായിരിക്കും. ഉച്ച സമയത്തെങ്ങാനൊന്ന് തോർന്നെങ്കിലേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ജൂലൈ 3 നമുക്ക് മുളന്തുരുത്തിൽ നമ്മുടെ ഇവിടെ മഴ പെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ കാലത്തെ മഴ പെയ്തു, ഒരുവിധം നല്ല ശക്തിയിൽ മഴ പെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് തോർന്നു, പിന്നെ വിട്ടായിരുന്നു മഴ. പിന്നെ സന്ധ്യയായപ്പോൾ നന്നായിട്ട് മഴയുണ്ടായിരുന്നു, ഊത്തലും മഴയായിട്ട്. അപ്പം അങ്ങനെ പണ്ടത്തെ കാലഘട്ടം പോലെയുള്ള മഴയുണ്ടായില്ല. മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരീരമൊക്കെ നന്നായിട്ട് തണുത്തു മൊത്തത്തിൽ ചൂടിന്നൊരു മോചനം. പിന്നെ അടുപ്പിച്ച് മഴയാകുമ്പോൾ ഒരു മടുപ്പാ അല്ലേ. ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മഴ പെയ്ത നനഞ്ഞ പ്രഭാതമാണോ നിങ്ങൾക്ക് ഇഷ്ടം, മഞ്ഞ് പെയ്തിറങ്ങുന്ന പ്രഭാതമാണോ ഇഷ്ടം, വേനലാണോ ഇഷ്ടമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ കുറെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു മഞ്ഞിന്റെ പെയ്തിറങ്ങുന്ന പ്രഭാതം. എനിക്ക് അതും ഇഷ്ടമാണ്. മഴ പെയ്ത് നനഞ്ഞ് കുളിർന്ന ആ ഒരു പ്രഭാതവും എനിക്ക് ഇഷ്ടമാണ്. മഞ്ഞ് നല്ലതാ, മഞ്ഞ് നല്ല ഒരു വെയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വെയിൽ ഒരുവിധം ആർക്കും തന്നെ ഇഷ്ടമല്ലായിരിക്കും. വെയിലെന്ന് വെച്ചാൽ അതികഠിനമായി വേനൽക്കാലത്തെ പറ്റി പറയണതാ. ഇതുപോലെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് 1-2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് ഒരു ദിവസം ഒന്ന് വെയിൽ ഉദിച്ചാൽ നല്ല സന്തോഷാട്ടോ മഴക്കാലത്തെ. അപ്പൊ അങ്ങനെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇത്തവണ മഴ സ്വതവേ കുറവാ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഇവിടെ മഴയും കാറ്റും ഒക്കെ ഉണ്ടോ, ഇടിയൊക്കെ ഉണ്ടോ? ഇടി ഇത്തവണ കുറവാ, കാറ്റ് ഭയങ്കര കേട്ടോ. ഇത്തവണ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കാറ്റ്. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതിനോട് കാറ്റ് വരുത്തി വെച്ച വിനകളൊക്കെ. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് അൺബോക്സിങ് നടത്താം. ഓരോന്ന് എടുത്ത് വെക്കട്ടെ എന്നാ. കൊച്ചു സാധനങ്ങളാട്ടോ, അത് മതിയല്ലോ, ഉള്ളത് എടുത്ത് കാണിക്കാം. നമുക്ക് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കുഞ്ഞു സാധനങ്ങളാണെങ്കിലും കാണിക്കണം, അൺബോക്സ് ചെയ്യുന്നത്. ചിലപ്പോ അതിൽ നിന്ന് ഒരുപാട് ഉപകാരപ്രദമായ സാധനങ്ങൾ പലർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കമന്റ് പറയാറുണ്ട്. ഓരോന്നായിട്ട് ഇനി എടുക്കാം, കാണിക്കാം, സമയം ദീർഘിപ്പിക്കണ്ട. പിന്നെ ഏതാണ്ടൊരു കമന്റ് ഞാൻ മറന്നു, ഇനി ഓർക്കുമ്പോ പറയാം. ആദ്യം ഇത് തന്നെ എടുക്കാം. ഇത് മിൽക്കി മിസ്റ്റിന്റെ അത് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്നാണ് മേടിച്ചത്. അതിന് ഓഫർ ഉണ്ടായിരുന്നു. പറഞ്ഞേരെന്നാ 130 രൂപയുടെ സാധനത്തിന് 105 രൂപയ്ക്ക് കിട്ടി. ഞാൻ ബില്ല് അവസാനം കാണിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ബില്ലാണോ ഇത് കിടക്കണ? അല്ല അല്ലേ, അത് വേറെ എന്തിന്റെയോ ബില്ല, അത് മാറ്റി വെക്കാം. അത് ഇതിന്റെ ബില്ലല്ല. നനഞ്ഞു. ഇത് ചിക്കൻ മിൻസ് ചെയ്താന്ന്. മിൻസ് ചിക്കനാ. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. റേറ്റ് 18 രൂപ. അതെന്തിനാന്നറിയോ ഞാൻ മേടിച്ചത്? ഇപ്പൊ വൈറലായിട്ടൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതായത് മോമോസ് എളുപ്പത്തിൽ ഉണ്ടാക്കണേ. അതും പിന്നെ വേറെ ഒരെണ്ണോടെ ഞാൻ കണ്ട് ബ്രെഡ് കൊണ്ട് ഈ എഗ് പഫ്സ് ഉണ്ടാക്കണത്. ബ്രെഡ് കൊണ്ട് അത് നല്ലതാട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ടൈം അത് ഒരെണ്ണം പ്ലാൻ ചെയ്യാം. അടുത്ത ആഴ്ച നോക്കാം. അതിന് സാൻഡ്വിച്ച് ബ്രെഡാ നല്ലത്. അത് വേണം. ലുലുലുണ്ട് സാൻഡ്വിച്ച് ബ്രെഡ്, ബ്രൗൺ ബ്രെഡിന്റെ സാൻഡ്വിച്ച് ഉണ്ട്. അതാകുമ്പോ ഇത്തിരി സ്പേസ് കിട്ടൂലോ. മറ്റേ നോർമൽ ബ്രെഡിന് ഇച്ചിരി ചെറുതായിരിക്കും. അതിന്റെ ഉള്ളില് മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ട് സാധാരണ നമ്മൾ പപ്സ് ഉണ്ടാക്കണ മസാല തന്നെ.
ഇതാണ് മുട്ട മുട്ട അല്ലേ? അത് ചെയ്യാം. അത് നമുക്കൊന്ന് പരീക്ഷിക്കാം. മഴ അടുത്ത ആഴ്ചയും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. മഴയില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അതെ, ഇത്തവണ ഇത് ഉണ്ടാക്കാന്നാ ഞാൻ വിചാരിക്കണേ. വൈറലല്ലേ? മനസ്സിലായി. മോമോസ് അല്ലേ? മോമോസ്. ഇത് പിന്നെ ടിഷ്യൂ, അത് ബേക്കേഴ്സിന്നാ ആണല്ലേ? എന്റെ വില ഇതിലുണ്ട്. ആ വിലയല്ല, അതിന് ഇച്ചിരി ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 50 രൂപയെന്ന് ഇതിൽ കൊടുത്തേക്കണം. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 30 രൂപയ്ക്ക് അത് കിട്ടിയ. അത് പറഞ്ഞാൽ മതി, ബില്ല് കാണിച്ചാൽ മതി. ഈ ബില്ല് ഞാൻ നനഞ്ഞിരിക്കുന്നോണ്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വേറെ ഏതോ പഴയ ബില്ല് ഞാൻ അതിൽ ഇട്ടിരുന്ന. ഇത് കോൺ, സ്വീറ്റ് കോൺ 27 രൂപയാ. കോവിലാണോ? അല്ല, ലുലു ആയിരിക്കും അല്ലേ? അവിടെ കയറിയപ്പോ എല്ലാം അവിടെ നിന്ന് എടുത്തായിരിക്കും. അതെ. ചിക്കൻ മിൻസ് നിങ്ങൾ വാങ്ങാറുണ്ടോ? എന്തൊക്കെ പാചകങ്ങളാണ് അത് വെച്ച് ചെയ്യണേന്ന് പറയണേ. മൈദയാണോ? മൈദയാണ്. ഇതിനു വേണ്ടിയായിരിക്കും. ഈ മോമോസ് ഉണ്ടാക്കുമ്പോ മൈദ അല്ലാതെ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുവോ സ്റ്റീം ചെയ്ത്? എനിക്കറിയില്ല. അറിയില്ല അല്ലെ? എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെ വിലയൊന്നും പറഞ്ഞില്ലല്ലോ. അതിപ്പോ വേറെ ചോദ്യം അതിലേക്ക് വരുമ്പോ അന്നേരം പിന്നെ ഞാൻ മറന്നുപോയി. രാത്രി ഏറെയായി. ഇത്രേ ഉള്ളൂ. 300 ഗ്രാമിന് 13.94 രൂപ കൂട്ടാം. കുറച്ച് ഞാൻ അതുകൊണ്ട് മേടിച്ചോളൂ. അല്ല, മൈദ അങ്ങനെ ഇരുന്നാ അത് ചിത്തിയായി പോവുകയും ചെയ്യും. നമ്മൾ മൈദ കൊണ്ട് അധികം പരിപാടികളില്ല, അതുകൊണ്ടാ. ഇത് പിന്നെ തുടങ്ങി മഴ തിമിർത്ത് പെയ്യണ. ഇറ്റാലിയൻ മഷ്റൂം സൂപ്പ്. മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പ് എന്റെ റേറ്റ് പറഞ്ഞേക്കാൻ മോളിലാ. അപ്പുറത്ത് തന്നെ. അതിന് 69 രൂപ. ആ റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? നോക്കണം ബില്ലിൽ. പറയാം. ഇത് സാധാരണ ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പൊ സമയമില്ല, അത് കാരണം മേടിച്ചതാ. പച്ചക്കറി സൂപ്പ് ഞാൻ ഉണ്ടാക്കും. നീ ചപ്പാത്തി മേടിച്ചില്ലേ? അപ്പ ഇവിടെ ചപ്പാത്തി മേടിച്ചായിരുന്നു, പക്ഷെ ഇത് ഡേറ്റ് ഉണ്ട്, ചൊവ്വാഴ്ച വരെ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അതിന്റെ വില അപ്പ ചോദിച്ചായിരുന്നു എത്ര ചപ്പാത്തി. ഇവിടെ ആയിരിക്കും വില അല്ലേ? അതിന് 55 രൂപ. എലൈറ്റിന്റെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി. അത് ഞാനേ ഈ ചപ്പാത്തി കീറിയിട്ട് ചപ്പാത്തി മസാല ഉണ്ടാക്കില്ലേ, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കീറിയിട്ട് അതുണ്ടാക്കാനാ. പച്ചക്കറി വൈകിട്ട് പൊറോട്ടയൊക്കെ പോലെ. അതെ 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 അതെ. കൊത്തു ചപ്പാത്തി പച്ചക്കറി കഴിച്ചേ മടുപ്പായി. അടുപ്പിച്ച് ഏത് കൊക്കോ പൗഡർ. ഇത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേ ഇച്ചിരി കയ്പ് കിട്ടാൻ വേണ്ടി സാധാരണ നമ്മള് 2 സ്പൂൺ അല്ലേ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഇടുന്നത്. ഇത് 1 സ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ ഡ്രിങ്കിങ് ചോക്ലേറ്റും. അപ്പൊ ഒരു കയ്പ് കിട്ടും, മധുരം ഉള്ളതും കൂടെ കുറയും. ഇപ്പൊ നോർമൽ മധുരമേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല, പക്ഷെ ഉള്ള മധുരം കൂടെ കുറഞ്ഞു കിട്ടും. 90 രൂപ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊക്കോ പൗഡർ. ക്യാരറ്റ് ആയിരിക്കും. അത് ക്യാരറ്റും ബീൻസ് 10 രൂപയ്ക്കുള്ളതാ. ഫ്രഞ്ച് ബീൻസ്. അത് വെജിറ്റബിളിന്റെ കൂടെ ഇവക്ക് ഇടാനാട്ടോ. ഇത് എന്നതാ പോലും. അത് മറ്റേ പീനട്ട് ക്യാൻഡിയാ. മനസ്സിലായി. 71 രൂപ. 71 രൂപ 200 ഗ്രാമാന്ന് തോന്നുന്നു. മിഠായി അല്ലല്ലോ? കപ്പലണ്ടി മിഠായി നോക്കണത്. ഇതെന്നാ? അത് നല്ല രസമില്ലേ? ഇത് എന്നതാ ഇത്? പ്ലേറ്റാ. കൊള്ളാലോ. നല്ല രസമില്ല? നല്ല രസമുണ്ട്. ആദ്യം ഞാൻ അതാ നോക്കിയ. എന്തെങ്കിലും നമുക്ക് സാധനങ്ങൾ ഡിസ്പ്ലേ വെക്കാനൊക്കെ മനസ്സിലായി. അല്ല സ്മാർട്ട് ബസാറിൽ 49 രൂപയുള്ളൂ. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഇതിന്റെ തന്നെ റൗണ്ട് പ്ലേറ്റും ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി ചെറുതായിട്ട്. ഇതാ നല്ലത്. പണ്ട് ലീഫ് പ്ലേറ്റ് നമ്മൾ മേടിച്ചില്ലേ, അതുപോലെ. ഞാൻ ഈ ബ്രെഡ് ഒക്കെ വെക്കാൻ നല്ലതാ. അത് മാത്രല്ല പലതും വെക്കാൻ നല്ലതാ. അത് ബ്രെഡ് വെക്കുമ്പോ അത്രയും ഭംഗി ഉണ്ടാവൂല, പല സംഗതിയും വെക്കാൻ നല്ലത്. മുട്ട കൊണ്ട് വെക്കാം. എനിക്ക് ബ്രെഡാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അമ്മയ്ക്ക് ഐഡിയ ഉള്ള സാധനങ്ങളൊക്കെ വെക്കാം അതിനകത്ത്. 49 രൂപ. അതിന് നല്ലതാ, ലാഭ. നല്ലതാട്ടോ. നല്ല രസമുണ്ട് അല്ലേ? ഞാനോടത്ത് ഇന്ന് ഏത് സാധനം എന്തോ ആന്നാ. ഇതിന്റെ ട്രേ ഒക്കെ ഉണ്ട് അവിടെ, ചായ കാപ്പിയൊക്കെ കൊടുക്കില്ലേ, സെർവ് ചെയ്യണ ട്രേ. അതിന്റെ വലിയതുണ്ട് ഇതിന്റെ അല്ലേ? നമുക്ക് ഇവിടെ മുളന്തുരത്തിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കാം. എന്നിട്ട് നോക്കാം, ചിലപ്പോ ഇവിടെ ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പൊ സ്മാർട്ട് ബസാറിൽ കുറെ ഓഫർ ഉണ്ട് കേട്ടോ. ഓഫർ പെരുമഴ. ആ ഡിസൈലായിരിക്കും ചിലപ്പോ. അതറിയാൻ പാടില്ല, പലതിനും ഓഫർ ഉണ്ട്. ഇതിലൊരു അതൊക്കെ പഴയ ബില്ലുകളാണോ? പുതിയ ബില്ല് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചോട്ടോ. ഇതിന്റെ ബില്ല് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബില്ല് കാണിക്കണമെന്ന് ഞാൻ നിന്നോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു.
നമ്മൾ എന്തിനാ നമ്മൾ കാശ് കൊടുത്ത സാധനങ്ങൾ മേടിക്കണം. അപ്പം നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാമല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിക്കണോ, നിങ്ങളെ ഷെയർ ചെയ്ത് ബില്ല് കാണിക്കണോ, അതിൻ്റെ അത്രയേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായിക്കോളും. ഇതിപ്പോ പറയാൻ കാര്യം എന്താന്ന് ചിലര് ചോദിക്കും. റീസൺ വേറൊന്നും അല്ല. അതെ, പലരും ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നേ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലര് നമ്മളോടേ ചോദിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വന്നിട്ടുണ്ട്. നമ്മളെവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണതാണോ എന്നാണ്. അത് 1-2 ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലാന്ന് നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ പറയാറുണ്ട്. കമന്റ്സ് ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട്. ഞാൻ തുറന്നു തന്നെ അത് കമന്റിന്റെ മറുപടി കൂടാതെ ഡയറക്റ്റ് നിങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്ത് തന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത്, ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുന്നതും പൈസ കൊടുത്ത് തന്നെ കഴിച്ചാൽ നമ്മളെ പോരാറ് ഇതുവരെ കഫേയിൽ ഇതുവരെ. അപ്പം നിങ്ങൾ പൈസ കൊടുക്കണമൊക്കെ നിങ്ങൾ മിക്കവാറും കാണാറുമുണ്ട്. ഇന്നാളെ നമ്മൾ രണ്ടുപേരും കൂടെ മാംഗോ ഫെസ്റ്റിന് പോയിട്ട് ശരവണ കയറിയേച്ച് പൈസ അത് എല്ലാം കാണിക്കാറുണ്ട്. അങ്ങനെ ഇനിയിപ്പോ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഓണം കോട്ടൺ ഫാബ് എക്സിബിഷൻ. നമ്മൾ അധികം മേടിക്കലൊന്നും ഇല്ലെങ്കിലും പോണം. കഴിഞ്ഞ വർഷം നമ്മൾ തൂത്തുവാരി. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് ഋതിക്കിന്റെ കല്യാണ സമയത്തോടനുബന്ധിച്ചായിരുന്നു. സ്റ്റേഡിയത്തിലല്ലേ കലൂര്. നമുക്ക് പോകാം, മഴയില്ലാത്ത ഒരു ദിവസം വൈകുന്നേരം പോകാം. അത് ഓഗസ്റ്റ് പകുതി വരെ ഉണ്ട്. നമുക്ക് പാലരുവിക്കോ നിലമ്പൂരിനോ പോരുകയും ചെയ്യാം. എന്നാന്ന് വെച്ചാൽ കലൂര് അവിടെ ആകുമ്പോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകാനാ സൗകര്യം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പൊ മഴ പ്രമാണിച്ച് എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ നിങ്ങൾ അങ്ങനെ വേറൊരു കാര്യം പറയട്ടെ. അങ്ങനെ നമ്മളിത് ഓരോ കറിയുടെ ഇത് ചോറിന്റെ കറികൾ എന്തൊക്കെയാന്ന് ചോദിക്കുന്ന അനുസരിച്ച് ഒരു പുള്ളിക്കാരി ലിസി ചേച്ചിയാണോ, ആലുവയിലുള്ള ലിസി ചേച്ചിയാണോ, ഞാൻ മറന്നുപോയി. കമന്റ് വായിക്കുമ്പോൾ ഓർത്തിരിക്കും കേട്ടോ. 2-3 ദിവസം മുമ്പുള്ള ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മേരി KG ആണോ, നോർത്ത് പറവൂരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കറികൾ മത്തിക്കറി, പിന്നെ ഏതാണ്ട് കറി കൂടാതെ വൻപയറും ചക്കക്കുരുവും കൂടെ മെഴുക്ക് വരട്ടിയെന്ന് ഞാനത് ഉണ്ടാക്കി. വൻപയറും ചക്കക്കുരുവും കൂടെ ഭക്ഷണം കഴിക്കാൻ തന്നെ മറന്നു പോവാ. വൻപയറും ചക്കക്കുരുവും കൂടെ മെഴുക്ക് വരട്ടി കോമ്പിനേഷൻ ആട്ടോ. നമ്മൾ ചക്കക്കുരുവിൽ ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ടാക്കൂലേ, അതുപോലെ ഒരു വെറൈറ്റി. ഇവരിൽ ആരോ ഒരാളാ. ഞാൻ ഈ പേരെടുത്ത് പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര് എഴുതിയ ചക്കവുണ്ടിന്നും വരൂലോ കമന്റ്, ഇങ്ങനെ ഇത് വരുമല്ലോ കമന്റുകൾ. ഇന്നത്തെ കറി നിങ്ങൾക്ക് എന്താണെന്ന് നമ്മൾ ഉച്ചക്കറികൾ കാണിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം അതിൽ ഉണ്ടായിരുന്ന അപ്പം ഇവരുടെയൊക്കെ പേര് നമുക്ക് എപ്പോഴും ബൈഹാട്ട, വീണ, KP കുറേ പേരുണ്ട് അങ്ങനെ നമ്മുടെ പഴയ ആൾക്കാർ. പുതിയത് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം ഇവരിൽ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളത് ഇവിടെ ഉണ്ടാക്കിയിട്ടോ വൻപയറും ചക്കക്കുരും കൂടെ ഉലർത്താം. ചക്ക തുടങ്ങിയ ഇപ്പം തീരാറായെങ്കിലും. അപ്പോൾ ദേ ബില്ല് കണ്ടോളൂ. ലുലുന്ന് മേടിച്ച ടോട്ടൽ സാധനങ്ങളുടെ വില 286.82 അങ്ങനെയാണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചാണ് 215.75 രൂപ. പിന്നെ ബേക്കേഴ്സിൽ നിന്ന് 140. അങ്ങനെ ടോട്ടൽ 641 രൂപയുടെ ബില്ലാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ വൈകിട്ട് പിന്നെ ഞാൻ ഹെവി ആയിട്ട് ഒന്നും കഴിച്ചില്ല. ഒരു ജസ്റ്റ് സൂപ്പാണ് മേടിച്ചുകൊണ്ട് വന്ന, സൂപ്പില്ലേ മഷ്റൂം, അതാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ചിക്കൻ ഡിലൈറ്റ് ആണ് ഇവരുടെ തന്നെ കേട്ടോ. അതാണ് കൂടുതൽ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.